പുതിയ യാത്രകൾ തുടങ്ങുകയാണ്. ഇത് താങ്കളുടെ ഭാവനയാണോ അതോ ഇത് നടന്നൊരു സംഭവമാണോ എന്ന് എനിക്ക് ഉള്ളൊരു സംശയം എനിക്ക് തോന്നി. ക്രോണിക് ബാച്ചിലറുടെ രീതികൾ പ്രണയനൈരാശ്യമാവാം. പക്ഷെ ഒരു വിജയത്തിലേക്ക് എത്തുമ്പോഴേക്കും ചില പലപ്പോഴും ഈ മരണം എന്ന് പറഞ്ഞ സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ. പക്ഷേ വിശ്വസിക്കുന്ന എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇനി അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തും. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്റെ കഥയാണ്. ചില സന്ദർഭങ്ങൾ തോന്നി. അപ്പോൾ അതാണ് ഞാൻ അതുകൊണ്ട് എന്റെ പേര് സ്മിത എന്നായതുകൊണ്ട് അവരുടെ പേര് സ്മിത ആയതുകൊണ്ട് എല്ലാവരും കളിയാക്കും. പാർട്ട് 2ലേക്ക് പോവുകയാണെങ്കിൽ അതിലൊരു കഥാപാത്രമുണ്ട്. ഒരു കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. സാറ് ഈ 10-15-20 വർഷത്തോളം 25 വർഷത്തോളം ടീച്ചർമാരുടെ കൂടെ ഇങ്ങനെ ജോലി ചെയ്ത് ചിലരുടെ വെച്ചറിയാം അവർക്ക് എന്ത് ഇഷ്ടമാകണത് വരും. പ്രത്യേക കൊഞ്ചലും പുഴയിലും ശൃംഗാരം ഈ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്. യോഗയൊക്കെ ചെയ്യും. ഈ ആശാൻ പകല് മുഴുവൻ ഭയങ്കര ആത്മീയതയാണ്. ശരി. ദൈവകാര്യങ്ങളെ പറയും. ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പുതിയൊരു പ്രിൻസിപ്പൾ വരിക, സ്ത്രീ ചാർജ് എടുക്കാൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാണ്. സെക്കൻഡ് പാർട്ട് അതിലൊരു പ്രിൻസിപ്പൾ വരും, ഒരു ഹെഡ് മിസ്ട്രസ് എന്തെല്ലാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ 7 മണി കഴിഞ്ഞാൽ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങാനായിരുന്നു. ഫുൾ ടൈം പള്ളിയിലാണ്. പക്ഷെ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്താൻ്റെ പരിപാടി. ഡെന്നിയുടെ സെക്കൻഡ് പാർട്ട് ഞാൻ മാത്രമല്ല പലരും നോക്കിയിരിക്കുകയാണ്.